നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ ഡിഷ് ഒരു നാടൻ പെപ്പർ ചിക്കൻ റോസ്റ്റാണ്. ഗൾഫിൽ ഇപ്പോൾ നാടൻ ചിക്കൻ കിട്ടുന്നത് വളരെ പ്രയാസമാണ്. ഇന്ന് എനിക്ക് ചിക്കൻ വാങ്ങുന്ന കടക്കാർ നാടൻ ചിക്കൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നാടൻ ചിക്കൻ ഇന്നെനിക്ക് വീട്ടിലെത്തിയത്. അപ്പോൾ നമുക്ക് ഡിഷ് പ്രിപ്പറേഷനിലേക്ക് പോകാം. ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ അറിയിക്കാനും മറക്കരുത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോഴിയാണിത്. ഇതൊരു 650 ഗ്രാം വെയിറ്റ് മാത്രമേ ഉള്ളൂ. ഒരു 850 ഗ്രാമിൻ്റെ കോഴിയായിരുന്നു അത്. വൃത്തിയാക്കി എല്ലാം എടുത്ത് നമുക്ക് കൊണ്ടു തന്നപ്പോൾ 650 ഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ വെയിറ്റ് ഇവിടെ പറയാൻ കാരണം അതനുസരിച്ച് നിങ്ങളുടെ ഇൻഗ്രീഡിയൻസ് അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് വലിയ തൂക്കമുള്ള കോഴിയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. നമുക്കിനി ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഞാനൊരു 2 പീസ് വെളുത്തുള്ളി ഇടുന്നുണ്ട്. പിന്നീട് ഒരു 1.5 ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചി കഷ്ണം. പിന്നീട് നമ്മളതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറിവേപ്പില. പിന്നെ നമുക്കതിലേക്ക് ഒരു 2 ചുമന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക്, പൊടിച്ചതല്ല, നമ്മുടെ നോർമൽ കുരുമുളക്. അതിനുശേഷം ഒരു പച്ചമുളക്. എന്നിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നീട് ഒരു 1.5 ടീസ്പൂൺ ചില്ലി പൗഡറും കൂടെ ചേർത്ത് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കതിനെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിനി ആ അരച്ച പേസ്റ്റ് ഈ ചിക്കനിലേക്ക് ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുവാണ്. ഒരു 10-15 മിനിറ്റ് ഇരുന്നാൽ മതി. നമുക്കൊരു 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ 2 നല്ല മീഡിയം വലിപ്പമുള്ള സവാള, പിന്നീടൊരു മീഡിയം സൈസ് ടൊമാറ്റോ, ഒരു വലിയ പീസ് ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി, 2 വലിയ ചില്ലി, പിന്നീട് കുറച്ച് കറിവേപ്പില. നമുക്കിനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾക്കൊന്ന് ചതച്ചെടുക്കാം. പച്ചമുളക് അറ്റം പിളർന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞോ അതിൻ്റെ അകത്ത് ചേർക്കാം. ഉള്ളൊരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാനിന്നിത് ചട്ടിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നാടൻ ചിക്കൻ ആണല്ലോ, കുറച്ചൊരു വേവ് കാണും. എന്നിട്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ അവിടെ ഇരുന്ന് കുക്കാകട്ടെ. നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കാം. ഒരു ചൂടായ പാനിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ഓയിൽ യൂസ് ചെയ്യാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനാണ്. സവാള നന്നായിട്ട് ട്രാൻസ്പെറൻ്റായി ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അതിലേക്ക് പിന്നീട് നമുക്ക് പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. വീണ്ടും നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. കാരണം നമ്മൾ വേറെ ചില്ലി പൗഡറൊന്നും ഇതിലിനി ചേർക്കുന്നില്ല. പിന്നീട് നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലകളുടെ പച്ചമണം നല്ലതുപോലെ മാറണം. കുരുമുളകും ഗരം മസാലയൊക്കെ ചേർന്നിട്ട് നല്ലൊരു മണം ഇപ്പം തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. എന്നിട്ടിത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഇപ്പോൾ തക്കാളി ഒരു ഹാഫ് വേവൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ചിക്കൻ എന്തായെന്ന് നോക്കാം. ചിക്കൻ വെന്ത ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. കാണാം നമുക്ക്. വെള്ളം ഇപ്പോഴും നമ്മളതിൽ കാണുന്നുണ്ട്. അത് പേടിക്കണ്ട. നമുക്ക് ഈ മസാലയിലേക്ക് ഈ വെള്ളവും ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുമ്പോൾ തന്നെ ആ വെള്ളം അങ്ങ് അബ്സോർബ് ആയിക്കോളും. നമുക്കിനി ഇത് മീഡിയം തീയിലിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്കിത് അടച്ചു വെച്ചൊരു 5-7 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ ഇതിലെ വെള്ളമൊക്കെ ഫുള്ളങ്ങ് പോയി നമ്മുടെ മസാല നന്നായി പിടിച്ച് കിട്ടുകയുള്ളൂ. നമുക്കിനി പാൻ ഒന്ന് തുറന്ന് നോക്കാം. ആഹാ, നമ്മുടെ പെപ്പർ ചിക്കൻ ഇപ്പോൾ നല്ല വരണ്ട് നല്ല മണം ഇപ്പോഴേ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഉണ്ട്. കാരണം ഞാൻ 2 പ്രാവശ്യമായിട്ട് ഉപ്പിട്ടിരുന്നു. അപ്പം നിങ്ങൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഡിഷ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ പറയുകയും വേണം. മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.